കവടിയാർ മുതൽ പേരൂർക്കട വരെയുള്ള ശക്തമായ ട്രാഫിക്കിന് ഈ തരത്തിലൊരു സൊല്യൂഷൻ ഇപ്പം നിർമ്മാണം പൂർത്തീകരിച്ച അവസ്ഥയിലുള്ളത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ഈസി ആയിട്ട് നമുക്ക് പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് കവടിയാറിലേക്കും തിരിച്ചും ഈ വരുന്ന റോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അധികം തിരക്കോ ബുദ്ധിമുട്ടുകളോ ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയും എന്നത് വളരെയധികം സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. നമസ്കാരം. ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം പേരൂർക്കട ജംഗ്ഷനിലാണ്. എക്സാക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം ലോ അക്കാഡമിക്ക് ഓപ്പോസിറ്റിലാണ്. ഈ ഭാഗത്ത് നിന്ന് കവടിയാറിലേക്ക് വളരെയധികം ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം പൈപ്പ് ലൈൻ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയായി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് പൂർത്തിയായതായിട്ട് വിവരങ്ങൾ പലയിടത്തും കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പൂർണ്ണമായിട്ട് നമ്മൾ കവടിയാർ വരെ ഈ പൈപ്പ് ലൈൻ റോഡ് വഴിയാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി 2 വീലറുകൾക്കും ചെറിയ കാറുകൾക്കും ഈസി ആയിട്ട് നമുക്ക് ഈ റോഡിനെ നമ്മുടെ കവടിയാർ വരെയുള്ള യാത്രയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കറിയാം ഈ പറഞ്ഞ പേരൂർക്കട മുതൽ ഓൾമോസ്റ്റ് കവടിയാർ വരെ ശക്തമായ ട്രാഫിക്കാണ് ഇപ്പോൾ പല സമയത്തും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റോഡ് പൂർണ്ണമായിട്ടും ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ യാത്ര വളരെയധികം എളുപ്പമാവും എന്നാണ് എനിക്ക് ഇതുവഴി പോയപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ തന്നെ ഒരു ഇനിഷ്യൽ ഇംപ്രഷനിൽ കാണാനായിട്ട് പറ്റിയത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പൂർണ്ണമായിട്ടും ഇൻ്റർലോക്കിലാണ് ഈ പൈപ്പ് ലൈൻ റോഡ് പൂർണ്ണമായിട്ടും ചെയ്തിട്ടുള്ളത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പേരൂർക്കട ലോ അക്കാഡമിക്ക് ഓപ്പോസിറ്റ് നിന്ന് ആരംഭിക്കുന്ന ഈ പൈപ്പ് ലൈൻ റോഡ് അവസാനിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഏകദേശം കവടിയാർ ജംഗ്ഷന് തൊട്ട് മുന്നിലായിട്ടാണ്. ഇതിനിടയ്ക്ക് 2 സ്ഥലത്ത് ക്രോസിംഗ് ഉണ്ടാവും. ആ ക്രോസിംഗ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ ചെറിയ ചെറിയ ഷോർട്ട് കട്ടുകളായിട്ട് ഈ റോഡിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ പേരൂർക്കട ജംഗ്ഷനിലേക്ക് നമുക്കിനി വരേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇടയ്ക്ക് വരുന്ന അമ്പലമുക്കിൻ്റെ വലിയൊരു ട്രാഫിക്കിനെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ ഈ വന്ന് നിൽക്കുന്ന ഈ ഒരു പോയിന്റിലെ ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്ററോളം ഭാഗത്ത് മാത്രമാണ് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കണ്ടു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മനസ്സിലാവും. ഒരു ചെറിയൊരു പീസിലാണ് ഈ പറഞ്ഞ നിർമ്മാണം ബാക്കിയുള്ളത്. ബാക്കി പൂർണ്ണമായിട്ടും കവടിയാർ വരെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അത്യാവശ്യം വീതിയുള്ള 2 വീലറുകൾക്ക് നല്ല വ്യക്തമായ രീതിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഇതുവഴി യാത്ര സുഗമമായിട്ട് നടക്കും. രണ്ടാമതായിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വാഹനങ്ങൾ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ഥലം യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥ വെച്ച്. ഇനി ഭാവിയിൽ എന്തെങ്കിലും ട്രാഫിക് റെസ്ട്രിക്ഷൻ വരുമോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മൾ തിരിച്ച് വന്ന് നിൽക്കുന്നത് ഈ പറഞ്ഞ നമ്മുടെ ലോ അക്കാഡമിക്ക് മുന്നിലാണ്. നമ്മൾ നേരത്തെ കണ്ട നിർമ്മാണം ഒരല്പം ബാക്കിയുണ്ടെന്ന് പറഞ്ഞ ഭാഗത്തൂടെ നമുക്കൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ യാത്ര ചെയ്ത് നോക്കാം. ഇതുവഴി പോകുമ്പം തന്നെ മനസ്സിലാവും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ ഭാഗത്താണ് ഇനി നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കിയുള്ളത്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ കൃത്യമായിട്ട് കവടിയാർ ജംഗ്ഷൻ വരെയുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ റോഡിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഞാൻ പറയാൻ കാര്യം എന്ന് പറയുന്നത് നമുക്ക് സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഈ ചെല്ലുന്നത് ഞാൻ നേരത്തെ നിന്ന് ആ പറഞ്ഞ ഒരു നോ എൻട്രി ബോർഡ് കണ്ട ആ ഭാഗത്താണ്. ആ ഭാഗത്ത് വെച്ചിട്ടാണ് ഈ റോഡ് അവസാനിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ അമ്പലമുക്ക് കൃഷ്ണൻകോവിൽ ഭാഗത്താണ്. അതായത് ആ റോഡ് ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് നേരെ കയറി കഴിഞ്ഞാൽ അടുത്ത പൈപ്പ് ലൈൻ റോഡിലേക്ക് നിങ്ങൾക്ക് എത്താം. ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ നർമ്മദ വരെ, അതായത് കവടിയാർ ജംഗ്ഷന് തൊട്ട് മുന്നിലുള്ള നർമ്മദ വരെ നമുക്ക് ഈസി ആയിട്ട് പോകാം. ഇതുവഴിയുള്ള ഗുണമെന്ന് പറയുന്നത് നമ്മൾ അമ്പലമുക്ക് ജംഗ്ഷനെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നമുക്ക് ട്രാഫിക് ഉള്ള സമയത്ത് പലർക്കും സംശയം ഉണ്ടാവും തിരക്കില്ലെങ്കിൽ മെയിൻ റോഡ് യൂസ് ചെയ്തൂടെ എന്നുള്ള കാര്യം. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ട്രാഫിക് ഉള്ള ഒരു സിറ്റുവേഷനിൽ ഈസി ആയിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് പല ജംഗ്ഷനിലെ ബുദ്ധിമുട്ടുകളും മാറ്റി നമുക്ക് ഈ ഭാഗത്തേക്ക് വന്നെത്താനായിട്ട് പറ്റും. പ്രോജക്റ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് അന്വേഷിച്ചെങ്കിലും കൃത്യമായ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് കാണാനില്ല. ഈ ഭാഗത്ത് ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ട്. ഇതുവഴി നമുക്ക് നേരെ ഈ പറഞ്ഞ അമ്പലമുക്ക് ജംഗ്ഷൻ്റെ ഭാഗത്തേക്ക് കയറാം. അവിടെ നിന്ന് നമ്മൾ ഒരല്പം കൂടെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിൻസ്ഡർ രാജധാനി കൃത്യമായിട്ട് കാണാൻ പറ്റിയിരുന്നു. അതിന് പുറകുവശത്തിലൂടെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും പോയി കഴിഞ്ഞാൽ നമ്മുടെ നർമ്മദയിൽ വരെ എത്തിച്ചേരാനായിട്ട് പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പ്രോജക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഒരുപാട് ഡൊമൈനിൽ അന്വേഷിച്ചെങ്കിലും എനിക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള പ്രോജക്റ്റ് ഡീറ്റെയിൽസ് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ പ്രോപ്പർ നർമ്മദ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി നമുക്ക് വീണ്ടും ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി അധികം ബുദ്ധിമുട്ടാതെ തന്നെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോഡ് വഴി നമുക്ക് ട്രാവൽ ചെയ്ത് കവടിയാർ ജംഗ്ഷൻ വരെ കയറാനായിട്ട് പറ്റും. ആ വാഹനങ്ങൾ വരുന്ന ആ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രധാന റോഡിൽ ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോഡ് വഴി നേരെ കവടിയാർ ജംഗ്ഷനിലേക്ക് ചെന്ന് കയറാൻ പറ്റും. സോ
ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഷോർട്ട് കട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് പൂർണ്ണമായിട്ട് യൂസ് ചെയ്യാം. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പീക്ക് അവേഴ്സിൽ വരുന്ന ട്രാഫിക്കിനെ കട്ട് ചെയ്യാൻ മാത്രം. തിരക്കില്ലാത്ത സമയത്ത് ഈ റോഡ് വഴി യാത്ര ചെയ്യാനായിട്ട് ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യില്ല എന്നുള്ളതും എടുത്തു പറയുന്നു. നമ്മൾ നേരത്തെ നിന്നത് എക്സാക്ട് ആ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഇനി അവിടെ നിന്ന് നമുക്ക് ഈ പറയുന്ന റോഡിൻ്റെ ഫൈനൽ ലാപ്പിലേക്ക് കടക്കാം. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കവടിയാർ ജംഗ്ഷൻ വരെ എത്തിച്ചേരാനാണ്. ഇതുവഴി പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് നേരത്തെ കണ്ട കുറച്ച് പോർഷൻ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും നിർമ്മാണം പൂർത്തിയായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. പലരും ഈ റോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ത്രൂ ഔട്ട് ആയിട്ട് പേരൂർക്കട മുതൽ കവടിയാർ വരെ നമുക്ക് ഈ എല്ലാ റോഡിലും സൈക്ലിംഗ് ട്രാക്ക് കാണാൻ പറ്റിയിരുന്നു. പക്ഷേ പലരും അതിന് മുകളിൽ വാഹനം പാർക്ക് ചെയ്തിരുന്നതും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൽ മാറ്റം വരണം. സൈക്ലിംഗ് ആവശ്യമുള്ളവർക്ക് ആ ട്രാക്ക് യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ കംപ്ലീറ്റഡ് ആയി കിടക്കുന്ന ഈ റോഡിൽ നിന്ന് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് പ്രോപ്പർ കവടിയാർ ജംഗ്ഷനിലാണ്. സോ കവടിയാർ നിന്ന് അമ്പലമുക്കിലേക്ക് പോകുമ്പോൾ ട്രാഫിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് ഈ റോഡ് യൂസ് ചെയ്ത് നേരെ വന്ന് ഫസ്റ്റ് നമുക്ക് നർമ്മദ ജംഗ്ഷനിൽ കയറാം. അവിടെ നിന്ന് കട്ട് ചെയ്ത് നേരെ നമുക്ക് അമ്പലമുക്ക് ജംഗ്ഷനിൽ കയറാം. അവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ചെന്ന് പേരൂർക്കട ജംഗ്ഷനിൽ ഒരു തിരക്കും ഇല്ലാതെ കയറാൻ പറ്റും. സോ ഈ റോഡ് നിങ്ങളും യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയ ഒരു പ്രോജക്റ്റാണ്. കൂടുതൽ ഡീറ്റെയിൽസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം. മറ്റൊരു ക്വാളിറ്റി ഉള്ളൊരു കണ്ടന്റുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.